രാഹുൽ മാധ്യമപ്രവർത്തകരോട് ഈ വിവരങ്ങളൊക്കെയും ഇടയ്ക്ക് വന്ന് ധരിപ്പിക്കാമെന്ന് ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ടായിരുന്നു. ആ തരത്തിൽ എന്തെങ്കിലും പുതിയ വിവരങ്ങൾ നമുക്ക് ലഭ്യമാണോ? നിലവിൽ ആ വിധത്തിലുള്ള വിവരങ്ങളൊന്നും തന്നെ ലഭ്യമല്ല. നമ്മളിപ്പോൾ ഉള്ളത് പോലീസ് ഗംഗാവലി പുഴയുടെ തീരത്ത് നിന്ന് നമ്മളെ മാറ്റിയതോടുകൂടി തന്നെ ആ ദൃശ്യങ്ങൾ, അവിടെ നടക്കുന്ന ദൃശ്യങ്ങൾ, വിവരങ്ങൾ തത്സമയം എത്തിക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടിലാണ് അവർ അറിയിക്കുന്നത്. ആ ഭാഗത്ത് തന്നെ, അതായത് ദൗത്യം നടക്കുന്ന അതേ ഭാഗത്ത് താഴ്വാരത്തെത്തി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോലീസ് ബാരിക്കേഡ് സ്ഥാപിച്ചിരുന്ന ആ സ്ഥലത്തൊക്കെ എത്തി വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം എന്നാണ്. എന്തായാലും നമ്മളിപ്പോൾ ഉള്ളത് ഗംഗാവലി അവിടെ നിന്ന് മാറി മറ്റൊരു കുന്നിൻ്റെ മുകളിലാണ്. ഇവരുടെ ജില്ലാ ഭരണകൂടമൊക്കെ നൽകിയ നിർദ്ദേശം കൃത്യമായി പാലിച്ചുകൊണ്ട് സുരക്ഷിതമായ മറ്റൊരു സ്ഥലത്തെത്തി ഈ ദൗത്യത്തിൻ്റെ പുരോഗതി അത് ചിത്രീകരിക്കാൻ കഴിയുമോ എന്ന ശ്രമത്തിലാണ്. ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും, വളരെ അകലെയായാണ് ഈ രക്ഷാദൗത്യം നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നാവികസേനയുടെ, കരസേനയുടെ, NDRFൻ്റെ സംഘാംഗങ്ങളെയൊക്കെ നമുക്ക് ഇവിടുന്ന് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നുണ്ട്. ക്യാമറയിലൂടെ അത് കൃത്യമായി എത്തിക്കാൻ കഴിയുന്നുണ്ടെന്നൊരു സംശയമുണ്ട്. കാരണം അത്ര അകലെയാണ്. അവർ നൽകിയ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്തായാലും ദൗത്യ സ്ഥലത്ത് നിന്ന് കൃത്യമായി ഇപ്പോൾ നമുക്ക് ലഭ്യമായ വിവരം, മണ്ണുമാന്തി, കൂറ്റൻ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച്, ചെറിയ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് ആ പുഴയുടെ തിട്ടയിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തി പുരോഗമിക്കുന്നു എന്നത് തന്നെയാണ്. അതായത് ഈ ട്രക്കിൻ്റെ അടുത്തേക്ക് കരയിൽ നിന്ന് 20 മീറ്റർ മാറിയാണ് ട്രക്ക് ഉള്ളത്. 15 മീറ്റർ ആഴത്തിലാണ്. അപ്പോൾ നേരത്തെ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാൻ സാറൊക്കെ പറഞ്ഞതുപോലെ നീർച്ചാലുകൾ നിർമ്മിക്കേണ്ടതായി ഉണ്ട്. പുഴയുടെ ഒഴുക്ക് അത് സുഗമമാക്കുന്നതിന് വേണ്ടിയും അതുപോലെ ഈ മുങ്ങൽ വിദഗ്ധർക്ക് മേഖലയിലേക്ക് പോകുന്ന ജോലി അത് കുറച്ചുകൂടി എളുപ്പത്തിലാക്കുന്നതിന് വേണ്ടി നീർച്ചാലുകൾ നിർമ്മിക്കേണ്ടതുണ്ട് എന്നതാണ്. അപ്പോൾ അതിനുള്ള പ്രവൃത്തികളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ്. നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ എത്തിച്ച കൂറ്റൻ മണ്ണുമാന്തി യന്ത്രം ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് കുറച്ചുകൂടി താഴേക്ക് ഇറങ്ങിയുള്ള പ്രവൃത്തിയാണ് പുരോഗമിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. ഏതായാലും പുഴയിൽ ഇപ്പോൾ തിരച്ചിലൊന്നും തന്നെ നടക്കുന്നില്ല എന്നതാണ്. NDRFൻ്റെയോ നാവികസേനയുടെയോ അംഗങ്ങൾ പുഴയിലേക്ക് ഇറങ്ങിയിട്ടില്ല. അവരുടെ ബോട്ടുകൾ നേരത്തെയൊക്കെ കരയിലോട് ചേർന്ന് നിർത്തിയിട്ടിരുന്ന സ്ഥലത്ത് തന്നെ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അകലെയായി ആ ക്ഷേത്രമാണ്, അവിടെയാണ് അവർ ക്യാമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബോട്ട് നിർത്തിയിട്ടിരിക്കുന്നതായി ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഒപ്പം ആ മേഖലയിലാകെ പോലീസുകാരെ വിന്യസിച്ചിട്ടുള്ള കാഴ്ചകളും ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നു എന്നത് തന്നെയാണ്. എന്തായാലും ദൗത്യം അത് വളരെ ആക്റ്റീവായി തന്നെ ഓണായിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്നും കൂടി കുറച്ച് മാറാനുള്ള ശ്രമത്തിലാണ്. അതായത് ഏതെങ്കിലും വിധത്തിൽ അവിടെ നടക്കുന്ന പുരോഗതികൾ ഇവർ നൽകിയ കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിച്ച് ചിത്രീകരിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു അന്വേഷണത്തിൽ കൂടിയാണ് നമ്മൾ ഉള്ളത്. ഏതായാലും വളരെ മാറി ഒരു കുന്നിൻ്റെ മുകളിലാണ് നിലവിൽ നമ്മളുള്ളത്. പുറകിലായി ഞാൻ കാണിച്ചതുപോലെ തന്നെ വളരെ പുറകിലായി ആ കാണുന്ന മലയിലാണ്, അതിൻ്റെ താഴെയാണ് നമ്മളെല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന വളരെ ആത്മവിശ്വാസം ഉള്ള ഒരു ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ പ്രതീക്ഷയോടുകൂടി, പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരച്ചിലിൻ്റെ 10ാം ദിവസമാണ് എങ്കിൽ തന്നെയും അർജുനെ കണ്ടെത്താൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയാണ്. അതോടുകൂടി കാത്തിരിക്കുന്ന ആ രക്ഷാദൗത്യം നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് പുറകിലായുള്ള ആ മലയ്ക്ക് താഴ്ഭാഗത്തായാണ്.